നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. ലീഗ് ഉന്നതാധികാര സമിതി യോഗം ചേർന്നാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകിയേക്കും. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ദൌത്യമാണ് ഏറ്റെടുക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ നമ്മളുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത്. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും. ഒറ്റക്കെട്ടായാണ് ലീഗ് തീരുമാനമെടുത്തതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിശദാംശങ്ങളുമായി MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലീഗിന്റെ ഒറ്റക്കെട്ടായുള്ള ഒരു തീരുമാനം, കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഒന്നിലധികം പേരുകൾ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി ഒറ്റക്കെട്ടായി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു എന്നതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഇന്ന് പാണക്കാട് ഹാളിൽ ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് ഈ പേര് നിർദ്ദേശിച്ചത്. നേരത്തെ തന്നെ ഈ യൂത്ത് ലീഗ് ഭാരവാഹികൾക്ക് പ്രാതിനിധ്യം നൽകുമെന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു. ഒപ്പം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് ഉയർന്നു വന്ന ഘട്ടത്തിൽ പാർട്ടിയിലെ തന്നെ ചില ആളുകൾ വിയോജിപ്പ് അറിയിച്ചതായും വാർത്തകൾ വന്നിരുന്നു. ഇതിനൊപ്പം തന്നെ PMA സലാം, PK ഫിറോസ് എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ലീഗ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. ഇന്ന് തന്നെ നോമിനേഷൻ സമർപ്പിക്കാനുള്ള ഒരു ആലോചനയിലാണ് പാർട്ടി ഉള്ളത്. എറണാകുളം ആലുവ സ്വദേശിയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. നേരത്തെ ഈ ലീഗുമായി ബന്ധപ്പെട്ട ഉള്ള കേസുകളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ഒപ്പം ലീഗിന്റെ CA കേസുകളും കേസുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ്. ഈ ഒരു പരിഗണന അല്ലെങ്കിൽ ഇതാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമായും പറയുന്നത്. നിലവിൽ ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ കൂടി രാജ്യസഭയിൽ എത്തുന്നതോടുകൂടി തന്നെ രാജ്യസഭയിലെ ലീഗിന്റെ പ്രാതിനിധ്യം 2 ആകും. 3 ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഉണ്ട്. ഇതിന് ലോക്സഭയിലെ 3 അംഗങ്ങൾ കൂടിയുണ്ട്. അതോടുകൂടി തന്നെ പാർലമെന്റിൽ ലീഗിന്റെ പ്രാതിനിധ്യം 5 മാറും. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3ാം സീറ്റ് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഒഴിവ് വരുന്ന ഈ രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാനുള്ള ഒരു ധാരണ UDF-ൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് സീറ്റ് ലീഗിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ സീറ്റിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ച് CPIM AKG സെന്ററിലാണ് ചർച്ച. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ LDF വൈകിട്ട് 4-ന് യോഗം ചേരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാണ് ചേരുന്നത്. ഹരി, ഇക്കാര്യത്തിൽ വലിയൊരു തലവേദനയിലാണ് CPIM. ഒരു വശത്ത് കേരള കോൺഗ്രസ് M, അതേപോലെ തന്നെ RJD, CPI. ഇതിനിടയിൽ ഏത് രീതിയിലായിരിക്കും ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം CPIM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? ക്രിസ്റ്റ, LDF-ന് മുന്നിൽ ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. അതായത് LDF-ന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 4 പേർ ഇത്തരത്തിൽ അവകാശവാദം, അതായത് ഘടകകക്ഷികൾ CPM ഉൾപ്പെടെ 4 പേർ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുകയും 2 സീറ്റുകൾ വിജയിപ്പിക്കാവുന്ന സ്ഥിതിയുമാണ് LDF-ന് മുന്നിലുള്ളത്. ഇതിൽ ആർക്ക് എങ്ങനെയാണ് അനുനയിപ്പിക്കേണ്ടതുള്ളതെന്നുള്ളതാണ് LDF-ന് മുന്നിലുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത്. ഈ CPI-യുടെയും CPM-ന്റെയും ഒഴിവന്ന സീറ്റുകളിലാണ് ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് M-ഉം അതേപോലെ തന്നെ CPI-യും ഇപ്പോൾ RJD-യും ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഈ CPM ഉച്ചയ്ക്ക് 3 മണിക്ക് AKG സെന്ററിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ തീരുമാനം. ഈ രാജ്യസഭാ സീറ്റിന് പുറമെ മറ്റ് സ്ഥാനമാനങ്ങൾ നൽകി അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും LDF-ന്റെ ഭാഗത്തുനിന്ന് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ അന്തിമ തീരുമാനം ഈ യോഗത്തിന് ശേഷമായിരിക്കും. 4 മണിക്ക് ഇടതുമുന്നണി യോഗമുണ്ട്. ഇടതുമുന്നണി യോഗത്തിന് ശേഷം ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നുള്ളതാണ്. ഏതായാലും കേരള കോൺഗ്രസ് M-ഉം CPI-യും ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെയും വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നേ ഉള്ളൂ. ഏതായാലും ഇടതു മുന്നണി യോഗത്തിന് ശേഷം ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം അറിയാൻ കഴിയും. ക്രിസ്റ്റീന, ഹരി, ഇതിപ്പോൾ ഈ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കുക, അവരുമായി ഒരു അനുനയത്തിൽ എത്തിച്ചേരുക, അതിനുശേഷം യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കുക, അത് പ്രഖ്യാപിക്കുക എന്നതാണോ ഒരു നീക്കം?
ഇടതുമുന്നണി യോഗത്തിലായിരിക്കും ഇതിൽ ഒരു ഇപ്പോൾ RJD ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ RJD ഇതുമായി ബന്ധപ്പെട്ടൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. കാരണം എന്തുകൊണ്ടും തങ്ങൾക്കാണ് ഈ സീറ്റിന് അനുയോജ്യർ എന്ന തരത്തിലുള്ള ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ 3 മണിക്ക് AKG സെന്ററിൽ വെച്ചിരിക്കുന്ന യോഗത്തിൽ ഇതുമായി സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് LDFന് മുന്നിലുള്ള 2 പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഒന്ന് കേരള കോൺഗ്രസ് എം, അതേപോലെ തന്നെ RJD, CPI ഈ 3 പേരും ഒരേ തരത്തിൽ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ RJD പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ടും തങ്ങളാണ് യോഗ്യർ എന്നുള്ളൊരു തരത്തിലാണ്. അത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കേണ്ട എന്ന തരത്തിലാണ് LDF ഇത്തരത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും 3 മണിക്ക് AKG സെന്ററിൽ ഇത്തരത്തിലൊരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം അവരെ ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് നൽകുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ മറ്റ് സ്ഥാനമാനങ്ങൾ നൽകി അനുനയിപ്പിക്കാനായിരിക്കും തീരുമാനം. ഏതായാലും 4 രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഒരു തീരുമാനം CPIMന്റെ ഭാഗത്തു നിന്ന് 4 മണിയോടെ ഉണ്ടാകുമെന്നാണ് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നിലെ ഗ്ലാസ് പൊട്ടിയതിനാൽ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ സ്വകാര്യ ബസിന്റെ അപകടകരമായ യാത്ര. കോഴിക്കോട് ഫറൂഖ് റൂട്ടിലോടുന്ന ഫാത്തിമ ബസ്സാണ് അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുലെ, വലിയ അപകടം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ബ്രേക്ക് പിടിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ വന്നൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത്രയും വേഗത്തിൽ വന്ന് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകും, അപകടമുണ്ടാകാവുന്ന അവസ്ഥ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്രിസ്റ്റീന, നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ സ്വകാര്യ ബസിന്റെ പുറകിലത്തെ ചില്ല് എങ്ങനെയോ പൊട്ടിപ്പോയതാണ്. അതിന് പിന്നാലെയാണ് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി ഇപ്പോൾ ഈ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത്. കോഴിക്കോട് ഫറൂഖ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫാത്തിമ ബസ്സാണ് പുറകിലത്തെ ചില്ല് പൊട്ടിയതോടെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി സർവീസ് നടത്തുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ യാത്ര എന്നത് പറയാതിരിക്കാൻ വയ്യ. അമിത വേഗതയിൽ പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഡോർ ഉള്ളപ്പോൾ പോലും ആളുകൾ അതിലൂടെ പുറത്തേക്ക് പോയി അപകടം സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഒരു ബസിന്റെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ വാർത്തയാകുന്നതിന് മുമ്പ് തന്നെ ഈ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഉടൻ തന്നെ ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. കൂടുതൽ വാർത്തകളിലേക്ക്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരും. സിനിമകൾ പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി അനുമതി നൽകി. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമകൾ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ചർച്ച നടത്തി. രാജ്യസന്നദ്ധത അറിയിച്ചെന്ന വാർത്തകൾ സുരേഷ് ഗോപി തള്ളി. മോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത് അഭിമാനമെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാവിലെ മുതൽ സുരേഷ് ഗോപിയുടെ മന്ത്രിപദവുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം വരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ തള്ളിക്കൊണ്ട് സുരേഷ് ഗോപി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങളിൽ വന്ന ഇത്തരം വാർത്തകൾ അതൊരു വ്യാജ വാർത്തകൾ മാത്രമാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചടങ്ങ് വൈകിട്ട് നടക്കാനിരിക്കെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തുടർന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ എന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് അദ്ദേഹം എത്തുകയും ഡൽഹിയിലെത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 3 മണിക്കൂറുകൾക്കകം അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിന്, അഭ്യൂഹങ്ങൾ പടരാൻ ഇടയാക്കിയത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതികരിച്ചത് തന്നെ ഒഴിവാക്കി തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് ചില മാധ്യമങ്ങളിൽ ഈ കാര്യം അദ്ദേഹം ഉടൻ രാജിവെക്കും എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അഭ്യൂഹങ്ങളും പടർത്താൻ ഇടയാക്കി. ഈ ഒരു ഘട്ടത്തിലാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ചില മാധ്യമങ്ങളിൽ താൻ ഉടൻ രാജിവെക്കും എന്ന വാർത്തകൾ പ്രചരിക്കുന്നുവെന്നും അത് തെറ്റാണ് എന്നും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് എന്നുമാണ് അദ്ദേഹം
സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ വിവാദമുയർന്ന പശ്ചാത്തലത്തിന് മുമ്പ് തന്നെ അദ്ദേഹം താൻ നിലവിൽ മറ്റ് സിനിമകൾ ചെയ്യാനായി അദ്ദേഹം കരാർ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ചില സിനിമകളുടെ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്കില്ല എന്നുമുള്ള അഭിപ്രായം അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എത്തി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ നിലവിൽ ആരംഭിച്ച സിനിമകൾ ചിത്രീകരിക്കാനും അത് പൂർത്തിയാക്കാനുമുള്ള അനുവാദം പ്രധാനമന്ത്രിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കൂടാതെ 2026 കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാക്കി പൂർണ്ണമായും സജ്ജമാകണം തിരഞ്ഞെടുപ്പിനായി എന്ന നിർദ്ദേശമാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം സമ്മതം അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മന്ത്രിസഭയിൽ തുടരും എന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, ബൽറാം തുടരുക. മറ്റു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ നിരാശ പ്രകടിപ്പിച്ച് CPIM പോളിറ്റ് ബ്യൂറോ. കേരളത്തിലെ പ്രകടനം നിരാശാജനകം, തോൽവിയെക്കുറിച്ച് ആഴത്തിൽ ആത്മപരിശോധന നടത്തുമെന്നും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പാർട്ടി ചിഹ്നത്തിൽ ഇനി മത്സരിക്കാനാവുമോ എന്ന കാര്യത്തിൽ പല പാർട്ടി നേതാക്കളും AK ബാലൻ അടക്കമുള്ള നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചയാവുന്നത്? ക്രിസ്റ്റീന, CPMന്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുന്നതിനായി ഇന്നലെയാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ദേശീയ തലത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടനം അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. CPM ഇക്കാര്യത്തിൽ ആത്മവിമർശനപരമായി ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത് എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ CPMന്റെ പ്രകടനം നിരാശാജനകം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രകടനം അതീവ നിരാശാജനകമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രകടനം സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ വിശദമായ ആത്മപരിശോധന നടത്തും എന്നും മാണ് CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ വളർച്ച അടക്കമുള്ള വിശദമായ പരിശോധനകൾ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഉണ്ടാകുക എന്നും ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ വരുന്ന 15, 16 തീയതികളിലായി സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തി ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. നേരത്തെ CPIയുടെ ദേശീയ തലത്തിലുള്ള അവലോകന യോഗത്തിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടി ആയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. ഈ കാര്യം CPIM കേന്ദ്ര നേതാക്കളോട് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സാധാരണ നിലയിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാറുള്ളത് എന്നും ഇപ്പോൾ നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എന്നുമുള്ള ഒരു പ്രതികരണമാണ് ലഭിച്ചത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘടകം ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ പരിശോധനകൾ സംസ്ഥാന ഘടകങ്ങളിൽ നടക്കുന്ന പരിശോധനകളിലാകും ഉണ്ടാകുക. അതേസമയം ദേശീയ തലത്തിൽ ഒരു സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലും നടത്തിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇടതു പാർട്ടികൾക്ക് 8 സീറ്റുകളാണ് ലോക്സഭയിൽ ഉള്ളത്. രാജസ്ഥാനിൽ ഒരു സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി തോൽവിയിൽ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ യോഗം. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ ബസ്സിനടിയിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പടന്നക്കാട് സ്വദേശി ഫൗസിയാണ് മരിച്ചത്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് പിന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ അപകടം നടന്നത്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ ബസ് പുറകോട്ടെടുക്കുന്നതിനിടെ വീട്ടമ്മയുടെ ദേഹത്ത് തട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കുഞ്ഞും ഒപ്പം ഉണ്ടായിരുന്നു. ആ കുട്ടി ഭാഗ്യമായി രക്ഷപ്പെട്ടു. എന്തായാലും വീട്ടമ്മയുടെ മരണം 12:50 ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീട്ടമ്മയുടെ മരണം സ്ഥിരീകരിച്ചു. ചെറുവത്തൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ചെറുവത്തൂർ നീലേശ്വരൻ റൂട്ടിലോടുന്ന കൽപ്പക ബസ്സാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങളുമായി ചേർന്നത് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ്. IIT പ്രവേശനത്തിനായുള്ള JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇത്തവണയും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മിന്നും ജയം. ബ്രില്യന്റിലെ നെവിൻ സിബി ദേശീയ തലത്തിൽ 439 റാങ്ക് സ്വന്തമാക്കി. 500ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണ ബ്രില്യന്റിലെ പരിശീലനത്തിലൂടെ IIT പ്രവേശനത്തിന് യോഗ്യത നേടിയത്. JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഈ വർഷവും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്
തിളക്കമാർന്ന നേട്ടം. ബ്രില്യന്റിലെ നെവിൻ സിബി ദേശീയതലത്തിൽ 439 റാങ്ക് നേടി. ആലപ്പുഴ സ്വദേശി ബി സിബിച്ചന്റെയും റിൻസി സിബിച്ചന്റെയും മകനായ നെവിൻ NIT-കളിലേക്കുള്ള JEE മെയിൻ പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയിരുന്നു. കോഴിക്കോട് സ്വദേശി അസിൽ സെയ്ദ് എടയേക്കൽ കാറ്റഗറി വിഭാഗത്തിൽ ദേശീയതലത്തിൽ 26ാം റാങ്ക് എന്ന അഭിമാന നേട്ടത്തിന് അർഹനായി. ഡോക്ടർ അൻവർ സാലിഹിന്റെയും അധ്യാപികയായ ഷാമില ബീഗത്തിന്റെയും മകനാണ് അസിൽ. ഹാഫിസ് റഹ്മാൻ 542, ഹരികൃഷ്ണ എസ് 564, മുഹമ്മദ് അസീൽ 964, സിദ്ധാർത്ഥ് വത്സൻ 969 എന്നിവരാണ് ആദ്യ 1000 റാങ്കിനുള്ളിൽ ഇടം പിടിച്ച മിടുക്കർ. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 5000 റാങ്കിനുള്ളിൽ 70 പേരും 10000 റാങ്കിനുള്ളിൽ 150-ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ നിന്ന് ഇടം പിടിച്ചു. കേരളത്തിൽ നിന്ന് ഇത്തവണ IIT-കളിൽ അഡ്മിഷൻ നേടുന്നവരിൽ 90% പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാകും. 24 കോട്ടയം. ലൈവ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.